ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാം ഘട്ട 10th പ്രിലിംസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതൊരു നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയല്ല, എന്നാൽ വളരെയധികം കട്ടിയുള്ള പരീക്ഷയാണെന്ന് വെച്ചാൽ അല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു പരീക്ഷയായിട്ട് നമുക്ക് ആദ്യഘട്ടത്തിൽ വിലയിരുത്താം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം സി ആണ്, ധോളാവീരയാണ് അതിന്റെ ഉത്തരം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ നമുക്ക് അറിയാം, ബന്ധമില്ലാത്തത് നമുക്ക് അറിയാവുന്ന 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് മാത്രമാണ്. ബാക്കിയൊക്കെ ഗുലാംഗിരി, ജ്യോതിറാവു ഫുലെയാണ് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് വിൽക്കിൻസ് ആണ്. അത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് 1ഉം 2ഉം ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ്? ഉത്തരം എ ആണ്, സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി SCRT ആണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? അത് EV രാമസ്വാമി നായിക്കരാണ്, SCRT-യിലുണ്ട്. അഞ്ചാമത്തത്, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാനയാണ്. തെലുങ്കാന. നമുക്ക് ഈ കുറിച്യ കലാപം വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പരീക്ഷയിൽ 3 ചോദ്യങ്ങളോളം ചോദിച്ചെങ്കിൽ ഇത്തവണ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു. ഒന്ന്, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണെന്ന് നമ്മൾ പഠിച്ചു. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ഇതും നമുക്കറിയാം, ഇതും അറിയാം. ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 1, 4 വരുന്ന പ്രസ്താവന ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ, അത് ഉത്തരമായി. ഈ സന്താൽ കലാപമാണ് രാജ്മഹൽ കുന്നുകളിലൊക്കെ നടന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ ആണ്. നിഹോൺ ഹിഡാൻക്യോ ജപ്പാന്റെ. അടുത്തത് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി അത് കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ്. നമുക്ക് ഓരോ നവോത്ഥാന നായകരും കൃതികളും കൃത്യമായി പഠിച്ചു വെക്കണം. അടുത്ത പരീക്ഷകൾ എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇതിൽ പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മയാണ് ശരിയായത്. അടുത്തത്, 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 11ാമത്തത്, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ്. 12, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 2010-ലാണ്. അടുത്തത്, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് കുടുംബശ്രീ ആരംഭിച്ചൊരു പദ്ധതിയാണ്, അത് കേരളത്തിലാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ്. SCRT-യിൽ ഒരു ബോക്സ് പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ബി ആണ്, 2 മാത്രമാണ്. ഫ്യൂഡൽ നികുതി നൽകുക എന്നത് മാത്രമാണ് ബന്ധമില്ലാത്തത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ SCRT-യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നവമഞ്ചനിയാണ് ഉത്തരം. ശ്രീനാരായണ ഗുരു രചിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ 1ാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ എന്നാണ്. സുകുമാർ സെൻ. അടുത്തത്, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു കുട്ടിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. 19, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നെടുത്തിട്ടാണ്? ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം. 20, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തത്, അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയ പർവ്വതം ഏതാണ് എന്ന് ചോദിച്ച ഉത്തരം നംജാ ബർവ എന്നാണ്. നംജാ ബർവ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 22, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ അല്ലെങ്കിൽ ഖരീവ. അടുത്തത്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ചോദിച്ചാൽ റാറ്റ് ഹോൾ മൈനിങ് ആണ്. അതുപോലെ ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം മഗ്നീഷ്യവും ബേരിയം സൾഫേറ്റും ആണ് നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കാം. ഇത് രണ്ടും നമുക്ക് പരിഗണിക്കാം. അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകാൻ സാധ്യത ഉള്ള ഒന്നാണ്. അടുത്തത്, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. അതായത് ഇങ്ങനെയാണ് അത് ഒഴുകിപ്പോ, അതൊരു കാളയുടെ രൂപത്തിൽ, അതായത് ഓക്സിന്റെ ആ ഒരു കുളമ്പിൽ, അത് ആ രൂപത്തിൽ, അങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം.
അടുത്തത് കേരളത്തിൽ വടക്കേറ്റത്തുള്ള നദി നോക്കിയാൽ നമുക്കറിയാം വടക്കേറ്റത്ത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഭാരതപ്പുഴ, മീനച്ചിലാറ്, കോലപ്പുഴ, പിന്നെ മഞ്ചേശ്വരം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര, കൊല്ലം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യ എന്നാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ആണോ? അല്ല, തിരുവനന്തപുരമാണ്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാനങ്കൽ, സത്ലജ്, ഹിരാക്കുഡ്, മഹാനദി, തെഹ്രി ഡാം, കൃഷ്ണ, സർദാർ സരോവർ, നർമ്മദ. ഇതിൽ തെഹ്രി ഡാം ഭഗീരഥി നദിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ 3 അതായത് 3 വരുന്നതല്ല നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതും കളയാം, എല്ലാം ശരിയാണ് കളയാം. അപ്പം നമുക്ക് 1ഉം 2ഉം 4 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്തത് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്തിൽ ജനിച്ചു. തത്വപ്രകാശിക, വിദ്യാലയം ആരംഭിച്ചു. ശിവയോഗി വിലാസം മാസിക. ചിലപ്പോൾ നമുക്ക് ഇതറിയണമെന്നില്ല. 1ഉം 2ഉം അറിയാം. 1ഉം 3ഉം വരുന്ന ഒരു ഓപ്ഷൻ ആണുള്ളത്. പിന്നെ എല്ലാം ശരിയാണെന്ന്. അതിൽ 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള കാരണം 1939, 39ഓടെ എന്താണ് ഇദ്ദേഹം മരണമടയുന്നുണ്ട്. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. എ ആണ് ഉത്തരം. അടുത്തത് വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ജിയും ഭാഷാകവികളും വക്കമാണ്. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപർ വക്കമായിട്ടുണ്ട്. ഇത് രണ്ടിലും ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എല്ലാം ശരിയാണെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 1ഉം 2ഉം മാത്രമേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതേ പക്ഷെ ഇതിലേത് എല്ലാം ശരിയായിരിക്കാം. ഇത് രണ്ടിന്റെയും ഉത്തരം കൃത്യമായിട്ട് അറിയില്ല. അടുത്തത് 35 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അത് 1ഉം 2ഉം 3ഉം ശരിയാണ്. മറ്റേ ക്ഷേത്രപ്രവേശനം ആയിരുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. അത് 1ഉം 2ഉം 3ഉം. അപ്പൊ 4 തെറ്റാണ്. അടുത്ത VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം പറയേണ്ട അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച കാര്യമാണ്. 37 തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാനാണ്. അതുപോലെ ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട്. പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അടുത്തത് മഹാകവി G ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് സതിഹിത ബോധിനി എന്ന് പറയുന്ന മാത്രമാണ്. 4 മാത്രമാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിലും ശരിയായ ജോഡി കണ്ടെത്തുക. 2ഉം 3ഉം മാത്രമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. അടുത്തത് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി. 1 നമുക്ക് ശരിയാണെന്നറിയാം. ഗാന്ധിജി ആസൂത്രണം ചെയ്തതാണ് നയീം താലി. 2 നമുക്ക് അറിയണമെന്നില്ല. 3 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഇത് 1ഉം 3ഉം അറിയാമെങ്കിൽ ഗാന്ധി ശരിയായ പ്രസ്താവന 1ഉം 3ഉം മാത്രം വരുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ എല്ലാം ശരിയാണെന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഓപ്ഷനും കൂടി പരിശോധിച്ച് വേണം നമ്മൾ ചോദ്യങ്ങൾ വായിച്ചു പോവാൻ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? നമ്മുടെ ADB മനില എന്ന് നമ്മൾ എപ്പോഴും പണ്ടേ മുതലേ പറഞ്ഞു പഠിച്ചതാണ്. ഇവിടെ ജനീവയാണ്. അപ്പൊ അത് തെറ്റാണ് നമുക്കറിയാം. 1 മാത്രമാണ് ഇവിടെ. പിന്നീട് ഓരോന്നും സിംഗിൾ ആണ്. ഇത് തെറ്റാണെങ്കിൽ 1 മാത്രമായിരിക്കും തെറ്റ്. അടുത്തത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്. നമ്മുടെ SCRT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി. 3 നദികളാണ്. കബനി, ഭവാനി, പാമ്പാർ മാത്രമേ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ. അടുത്ത 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി ഹോക്കിയിലാണ്. അത് PR ശ്രീജേഷ് ആണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാടാണ്. നറോറ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. വീണ്ടും ബ്രിക്സിന്റെ ഒരു ചോദ്യം കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ച ബ്രിക്സ്. 2 ചോദ്യം ബ്രിക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷയിൽ വന്നു. ഇവിടെ 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ റഷ്യയിലെ കസാനിലാണ്. അടുത്ത ഗുറ്, ഗണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അടുത്തത് ഉരുക്കു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത് മധ്യപ്രദേശിലാണ്. അടുത്തത് അജണ്ട 21 എന്നത് ആഗോള സുസ്ഥിര വികസനമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അജണ്ട 21 വരുന്നത്. അടുത്ത 56ാമത്തത് നമുക്ക് ചേരുമ്പടി ചേർക്കുക. ശരിയായത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇവിടെ എന്താണ് 2 വരുന്നത്? 2 സമത്വം. ഏറ്റവും ആദ്യം സമത്വമാണ്. 14 മുതൽ 18 വരെയാണ് സമത്വവുമായി ബന്ധപ്പെട്ട് വരുന്നത്. സമത്വം 14 മുതൽ. 2 C വരുന്നത് ഏതൊക്കെയാണ്? 3 C വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ വരുന്നതാണ്
1 D ആണ് വരുന്നത്. 19 മുതൽ 22 വരെ 1 D. 19 സമത്വം സ്വാതന്ത്ര്യമാണ്, സമത്വവും സ്വാതന്ത്ര്യവും 19. അപ്പൊ 1 D വരുന്നത് ഇത് രണ്ടെണ്ണമാണ് നമുക്ക് അറിയാൻ വേണ്ടി. അടുത്ത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഏതാണ്? അത് 25 മുതൽ 28 വരെ. 25 മുതൽ 28. ചൂഷണമാണ് 23, 24. ബാലവേലയൊക്കെ വരുന്നത് അതിലാണ്. അപ്പൊ അത് 23, 24. അപ്പൊ 4B വരുന്നത് നമുക്ക് ഓപ്ഷൻ എ എന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇത് പഠിച്ചു വെക്കണം. ഈ സാധനമില്ലേ നമ്മുടെ 6 മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അതാണോ കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ഇനി ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പഴയ പ്രീവിയസ് ഒരുപാട് ചോദിച്ചത് പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ അതല്ല. ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാമാണ് 11 എണ്ണവും പഠിച്ചു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അടുത്തത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇത് ശരിയായത് 1ഉം 2ഉം മാത്രമാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 65 ആണ്. ഓക്കെ, 70 അല്ല. അടുത്തത് സയൻസിലേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ അൽനിക്കോ ആണ്. പ്രീവിയസ് ആണ്, ഇതെല്ലാം പ്രീവിയസ് ആണ്. താഴെ തന്നിരിക്കുന്ന തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്കലൈറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയത് ഏണസ്റ്റ് റുദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം അണ്ടമുണ്ടാകുന്നു. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡൻ. SCRT, എല്ലാ SCRT ആണ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. അത് ഗോൾജി കോംപ്ലക്സ് ആണ്. താഴെ തന്നിരിക്കുന്ന രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ലിപ്പേസ് ആണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ത്വരണമാണ്, ത്വരണം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകൾ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇത് ഉപയോഗിച്ച തരംഗം അൾട്രാസോണിക് തരംഗമാണ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇത് ബി, വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയും തെറ്റും. എയ്ഡ്സ് നിപ്പ വൈറസ് ആണ്, കാരണം വൈറസ് ആണ്. ക്ഷയം എലിപ്പനി ബാക്ടീരിയ ആണ്. മറ്റേത് അല്ല. അപ്പൊ 1, 2ഉം ശരിയും, 3, 4 തെറ്റാണ്. എ ആണ് ഉത്തരം. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണുന്ന അസ്ഥി സന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. അടുത്ത നമ്മുടെ ഇതെല്ലാം SCRT ആണ്. അടുത്ത സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. പേശീകോശത്തിന് ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉം ശരി. അടുത്ത നമ്മൾ കണക്കിലേക്ക് പോവുകയാണ്. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതൽ. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് 11 വയസ്സാണ്. അടുത്ത ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഓപ്ഷൻ ഡി JCVG എന്നാണ്. 1 - 1/2 × 1/2 + 1/2 എത്രയാണ്? 1/4 ആണ്. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ സി, EV ആണ്. തന്നിരിക്കുന്ന പദാർത്ഥങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. അത് 3, 2, 1 ഇങ്ങനെയാണ്. അതായത് നിരീക്ഷണം, വർഗീകരണം, താരതമ്യം, അപഗ്രഥനം, പിന്നെ നിഗമനം എന്നിങ്ങനെയാണ് ക്രമീകരിച്ചത്. എ ആണ്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ 62. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് സി ആണ്. 5/11, 4/11. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ. താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണ വർഗം ഏതാണ്? 5/4. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി എത്ര രൂപയാകും? 780. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആരാണ്? 63 ആണ്. 92ാമത്തെ ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നെണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്നെണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയും കൂടെ വരിയിൽ എത്ര കുട്ടികളുണ്ട്? 2. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള അയാളുടെ സ്ഥാനം 16 കിലോമീറ്റർ തെക്കാണ്. 94 ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? ഓപ്ഷൻ സി ആണ്. സി.
ABC 6 ആണെങ്കിൽ BCD 9 ആണെങ്കിൽ CD എത്രയാണ്? 12 ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാറ് 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? 30 മിനിറ്റ്. 1.25 എന്ന ദശാംശ സംഖ്യക്ക് തുല്യമായ ഭിന്നസംഖ്യ 5/4 ആണ്. ഓപ്ഷൻ ഡി. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? 2415 രൂപയ്ക്ക്. 99ാമത്തെ ചോദ്യം, 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് വിസ്തീർണമുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 14 മീറ്റർ ആണ്. 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അത് 70 ആണ്. 70. ഇതാണ് 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളല്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്ന പോലെയല്ല എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാകുന്ന ആ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നുമല്ല. ഒരു മീഡിയം ലെവലിലും ഒരു ഹൈ പിന്നെ എന്താ ടഫിനും ഇടയിലായി നിൽക്കുന്ന, കാരണം ഒരുപാട് PYQ ഇതിൽ കയറി വന്നിട്ടുണ്ട്, ഒരുപാട് PYQ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം ഏകദേശം ഒരു 10-25ഓളം PYQ ഉണ്ട്. ബാക്കി 75 മാർക്കാണ് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടത്. ആ 25 മാർക്ക് നമുക്ക് ഈസി ആയി കിട്ടും. നന്നായി പഠിച്ചവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയായിരുന്നു ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ 2 ചോദ്യ പേപ്പറും, അതായത് 1ാം ഘട്ടവും 2ാം ഘട്ടവും നല്ല രീതിയിൽ അല്ലെങ്കിൽ സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തിയ ശേഷം വേണം അടുത്ത ഘട്ടങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന ആളുകൾ പോകാൻ വേണ്ടിയിട്ട്. ഈ 2 ചോദ്യ പേപ്പറും വെച്ചുകൊണ്ട് കോമൺ ആയിട്ടുള്ള എന്തൊക്കെ ചോദ്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ വന്നു അത് കൃത്യമായി ഒന്നുകൊണ്ട് വിശകലനം ചെയ്യുക. ഓക്കെ. ഇതിന്റെ കട്ട് ഓഫ് റേഞ്ച് ഒന്നും നമ്മൾ ഇപ്പൊ പറയുന്നില്ല. ഫൈനൽ ആൻസർക്ക് വരട്ടെ, വന്ന ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കേടാ. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായി പഠിക്കുക. മറ്റു വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇന്ന് 2ാം ഘട്ട പരീക്ഷ എഴുതിയവരാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അടുത്ത ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്കും, കാരണം ഇതിന്റെ ആ ഒരു രീതി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കേടാ, കാണാം.